ഓൺലൈൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കമ്മാടം ക്ഷേത്ര കവർച്ച, അറസ്റ്റിലായ പ്രതികളെ പോലീസ് ചോദ്യം ചെയ്യുന്നു. അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ, സ്കൂൾ മുറ്റത്ത് കളിയും ചിരിയും, ആഹ്ലാദം വിതറി പ്രവേശനോത്സവം. മലയാളത്തിനോടുള്ള അവഗണനയ്ക്കെതിരെ ജനകീയ പ്രക്ഷോഭം, ബദിയടുക്ക നവജീവന സ്കൂളിന് മുന്നിൽ നാട്ടുകാർ സംഘടിച്ചു, സമരം ശക്തമാക്കാൻ തീരുമാനം. സ്നേഹത്തിന് ജാതിയും മതവും നൽകുന്നത് അപകടകരമാണെന്ന് നടി കവിയൂർ പൊന്നമ്മ. നന്മയാണ് ലോകത്തിന്റെ ശക്തിയെന്നും കവിയൂർ പൊന്നമ്മ. രോഗങ്ങൾക്ക് നടുവിൽ ഒരു കുടുംബം, ദുരിതം മാറാതെ മോണുവിന്റെ വീട്. വാർത്തകൾ വിശദമായി. കമ്മാടം ക്ഷേത്ര കവർച്ച, അറസ്റ്റിലായ പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കമ്മാടം ക്ഷേത്രത്തിൽ കവർച്ച നടന്നത്. 6 ദിവസം മുമ്പ് കവർച്ച ചെയ്യപ്പെട്ട കമ്മാടം ഭഗവതി ക്ഷേത്രത്തിലെ വിഗ്രഹ കവർച്ചയുടെ ചുരുളഴിഞ്ഞു. 2 പേർ അറസ്റ്റിലായി. 4 നൂറ്റാണ്ട് പഴക്കമുള്ള പഞ്ചലോക വിഗ്രഹം നെടുകെ പിളർന്ന നിലയിൽ കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് ചട്ടഞ്ചാൽ കാവുംവെള്ളത്തെ അഹമ്മദ് കബീർ, മണ്ഡപം മണ്ണാട്ടി കവലയിലെ KV സദൻ എന്നിവരാണ് അറസ്റ്റിലായത്. നാട്ടുകാരനായ KV സദന്റെ സഹായത്തോടെയാണ് അഹമ്മദ് കബീർ വിഗ്രഹം മോഷ്ടിച്ചത്. ഒരു പണമിടപാട് കേസിൽ റിമാൻഡ് ചെയ്യപ്പെട്ട് കണ്ണൂർ ജയിലിൽ കഴിയുമ്പോഴാണ് സദൻ കബീറുമായി പരിചയത്തിലാവുന്നത്. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ഇവർ മെയ് 26 സന്ധ്യയോടെ ഒത്തുചേരുകയും കബീറിന്റെ സുഹൃത്തായ താജുദ്ദീന്റെ സഹകരണത്തോടെ ക്ഷേത്രത്തിന്റെ ഓടിളക്കി വിഗ്രഹം മോഷ്ടിക്കുകയുമാണുണ്ടായത്. ജില്ലാ പോലീസ് ചീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. ജില്ലാ പോലീസ് മേധാവി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പ്രതികൾ അറസ്റ്റിലായ വിവരം അറിയിച്ചു. കണ്ടെടുത്ത വിഗ്രഹങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. കവർച്ച നടത്തിയ വിഗ്രഹം കബീറും താജുദ്ദീനും ചേർന്ന് ബംഗളൂരു, മൈസൂർ എന്നിവിടങ്ങളിൽ വിൽപ്പന നടത്താൻ ശ്രമിച്ചതായി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ S. ശ്രീനിവാസൻ പറഞ്ഞു. സദനുണ്ട് പറയപ്പെട്ട ഒരാൾ ഒരു സാമൂഹ്യദ്രോഹി കൊണ്ട്, ആളിനെ കുറിച്ചിട്ട് അവിടുത്തെ ലോക്കൽ ആൾക്കാരെല്ലാം ഒരു പരാതിപ്പെട്ടു, ഒരു സംശയം ഉന്നയിച്ചു. ആ അടിസ്ഥാനത്തിൽ ആളിനെ ചോദ്യം ചെയ്തു. അദ്ദേഹത്തിൻ്റെ കോൾ ഡീറ്റെയിൽസ്, ബാക്കി സാങ്കേതിക തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കോൾ ഡീറ്റെയിൽസ് എല്ലാം അന്വേഷിച്ചു, അനലൈസ് ചെയ്ത ശേഷം ആൾക്ക് കുറച്ച് പ്രൊഫഷണൽ കള്ളന്മാർ, MO ക്രിമിനൽസ്, മോഡസ് ഓപ്പറൻഡി ക്രിമിനൽസോട് ബന്ധപ്പെട്ടതായി മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ MO ക്രിമിനൽ കബീർ എന്ന ആളിനെ പിടികൂടി ആളിനെ ചോദ്യം ചെയ്തു. ആളുടെ ചോദ്യം ചെയ്യത്തിൽ വിശദമായിട്ട് ചോദ്യം ചെയ്ത സമയത്തിൽ അദ്ദേഹം കുറേ കുറ്റം സമ്മതിച്ചു. കൂടാതെ ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ സമയത്ത് അവിടെ നിന്നും നഷ്ടപ്പെട്ട 2 വിഗ്രഹങ്ങൾ ആ സ്ഥലത്ത് നിന്നും കിട്ടി. വിഗ്രഹം കബീറിന്റെ കാവുംവെള്ളത്തെ വീട്ടിൽ ഒളിച്ചുവെച്ച നിലയിൽ പോലീസ് കണ്ടെത്തുകയായിരുന്നു. വിഗ്രഹം തകർക്കാൻ ഉപയോഗിച്ച ഇലക്ട്രിക് കട്ടിംഗ് യന്ത്രങ്ങളും പോലീസ് കണ്ടെടുത്തു. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ DYSP K. ഹരിശ്ചന്ദ്ര നായിക്ക്, CI TP സുമേഷ്, SI K. മധുസൂദനൻ, അഡീഷണൽ SI ശശിധരൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കമലാക്ഷൻ, അബൂബക്കർ കല്ലായി, നാരായണൻ, റിജേഷ്, സുരേഷ്, ശ്രീനാഥ് എന്നിവർ സംബന്ധിച്ചു. അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ, ആഹ്ലാദം പകർന്ന് പ്രവേശനോത്സവം ഓരോ സ്കൂളിലും കെങ്കേമമായാണ് കൊണ്ടാടിയത്. കളിച്ചും ചിരിച്ചും നടന്ന ദിനരാത്രങ്ങൾക്കൊടുവിൽ വിദ്യാർത്ഥികൾ വീണ്ടും ക്ലാസ് മുറികളിലെത്തി. ആദ്യാക്ഷരം കുറിക്കാനെത്തിയ കുരുന്നുകളുടെ വിവിധ ഭാവങ്ങൾ സ്കൂളുകളിൽ കൗതുക കാഴ്ചയായി. അമ്മയുടെ കൈവിരലിൽ നിന്ന് ആദ്യമായി പുതിയ ലോകത്തെത്തിയതിന്റെ അമ്പരപ്പ് കുരുന്നുകളുടെ മുഖത്ത് കാണാമായിരുന്നു. പുതിയ ലോകം സമ്മാനിച്ച കൗതുകങ്ങൾക്കിടയിൽ കൂട്ടുകാരുമായി അടുക്കാൻ അവർ ആദ്യം ഒന്ന് മടിച്ചു. പിന്നാലെ ബലൂണുകളും മിഠായികളും മുന്നിൽ നിരന്നപ്പോൾ അവർ ആഹ്ലാദത്തിന്റെ ലോകത്തെത്തി. ജില്ലാതല ഉദ്ഘാടനം ഉദിനൂർ സെൻട്രൽ സ്കൂളിൽ P. കരുണാകരൻ MP നിർവഹിച്ചു. K. കുഞ്ഞിരാമൻ MLA അധ്യക്ഷത വഹിച്ചു. ഉത്സവാന്തരീക്ഷത്തിലാണ് കുഞ്ചത്തൂർ ALP സ്കൂളിൽ പ്രവേശനോത്സവം നടന്നത്. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വിളംബര ജാഥയും സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് ഫാത്തിമത്ത് സുഹറ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ S. പ്രേമേശ്വരി ഉദ്ഘാടനം ചെയ്തു. ಶಾಲೆಯಲ್ಲಿ ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ಎಲ್ಲಾ ಚಟುವಟಿಕೆಗಳು ನೆರವೇರಬೇಕು. ಅದೇ ರೀತಿಯಲ್ಲಿ ಈ ಆರಂಭೋತ್ಸವವನ್ನು ನಾನು ನಮ್ಮ ವಾರ್ಡ್ ಮೆಂಬರ್ ಪರವಾಗಿ ಉದ್ಘಾಟನೆಯನ್ನು ಮಾಡುತ್ತೇನೆ ಅಂತ ಹೇಳಿಕೊಂಡು ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ನಿಲ್ಲಿಸುತ್ತೇನೆ. ಜೈ ಹಿಂದ್. അധ്യാപകരായ ഷീബ റോസ്, സുന്ദര മാസ്റ്റർ, SSA പ്രസിഡന്റ് TA ഹനീഫ, യോഗേഷ്, TMP ദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി അടുക്കത്ത് ബയൽ സ്കൂളിൽ വർണ്ണാഭമായ പരിപാടികളാണ് നടന്നത്. ഘോഷയാത്രയിൽ കുട്ടികളും രക്ഷിതാക്കളും അടക്കം നിരവധി പേർ അണിനിരന്നു.
വൈവിധ്യങ്ങളുടെ കാഴ്ചകളൊരുക്കി നായ്മാർമൂല സ്കൂളിന്റെ പ്രവേശനോത്സവം. അടുക്കത്ത് ബെയിൽ സ്കൂളിലും കെങ്കേമമായാണ് പ്രവേശനോത്സവം നടന്നത്. TAHS നായ്മാർമൂല സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായ റാലിയോടെ നടന്നു. തലയിൽ കിരീടവും വർണ്ണബലൂണുകളുമായി സ്കൂൾ മാനേജർ M. അബ്ദുള്ള ഹാജിയുടെ നേതൃത്വത്തിൽ പൗരപ്രമുഖരും രക്ഷിതാക്കളും അണിനിരന്നു. തുടർന്ന് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ PTA പ്രസിഡന്റ് NU അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. ജമാഅത്ത് സ്കൂൾ കമ്മിറ്റി പ്രതിനിധി NA അബ്ദുള്ള ഹാജി ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കുള്ള സമ്മാന കിറ്റ് വിതരണം PTA വൈസ് പ്രസിഡന്റ് ഖാദർ പാലോത്ത്, വാർഡ് മെമ്പർ സുബൈദ അബ്ദുള്ള, NM അബൂബക്കർ ഹാജി, NM അബ്ദുള്ള ഹാജി, മദർ PTA പ്രസിഡന്റ് അസ്മ എന്നിവർ നിർവഹിച്ചു. അബ്ദുൽ അസീസ് ഹക്കീം, S. റഫീഖ്, ലത ജി, ജോസഫ് EP എന്നിവർ പങ്കെടുത്തു. ബദിയടുക്ക നവജീവന സ്കൂളിൽ മലയാളം ഭാഷയോടുള്ള അവഗണനയ്ക്കെതിരെ നാട്ടുകാർ സമരരംഗത്ത്. ജനകീയ പ്രക്ഷോഭത്തിൽ കക്ഷിരാഷ്ട്രീയം മറന്ന് ജനം ഒന്നിച്ചു. ബദിയടുക്ക നവജീവന സ്കൂളിലെ 5, 6, 7 ക്ലാസുകളിലാണ് മലയാളം നിർത്തലാക്കിയത്. നിരവധി വിദ്യാർത്ഥികളെയാണ് ഇത് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. മലയാള നാട്ടിൽ മലയാളം പഠിക്കുന്നതിനെതിരെ രംഗത്ത് വന്ന സ്കൂൾ അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ഒന്നടങ്കം പ്രവേശനോത്സവ ദിവസം പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തി. മലയാളം നിർത്തലാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹ സമരത്തിൽ പ്രതിഷേധം ഇരമ്പി. ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാഹിൻ കേളോട്ട് ഉദ്ഘാടനം ചെയ്തു. നൌഷാദ് മാടത്തടുക്ക അധ്യക്ഷത വഹിച്ചു. അധികൃതർ നിലപാട് തിരുത്തിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് മാഹിൻ കേളോട്ട് പറഞ്ഞു. മലയാള നാട്ടിൽ മലയാളം പഠിക്കണ്ട എന്ന മാനേജ്മെന്റിന്റെ ധിക്കാരപരമായ സമീപനത്തിനെതിരെയാണ് ഞങ്ങൾ ഈ സമരം ഇവിടെ നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. തീർച്ചയായിട്ടും സർക്കാരിന്റെ വ്യക്തമായ ഉത്തരവുണ്ടായിട്ട് പോലും 1 മുതൽ 10 വരെ നിർബന്ധമായും മലയാളം പഠിക്കണമെന്ന് സർക്കാർ ഉത്തരവുണ്ടായിട്ടും ആ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ടാണ് ഇവിടുത്തെ മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ സമരം തീരുന്നതുവരെ അല്ലെങ്കിൽ ഇതിൽ ഒരു പരിഹാരമുണ്ടാകുന്നതുവരെ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകും. ജഗന്നാഥ ഷെട്ടി, ചന്ദ്രശേഖർ ഷെട്ടി, ബാബു കോടോത്ത്, ജീവൻ തോമസ്, അൻവർ ഓസോൺ, അഡ്വക്കേറ്റ് വെങ്കട്ടരമണ ഭട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു. ജാതിയും മതവും നോക്കി സ്നേഹത്തിന് വിലയിടുന്നത് അപകടകരമാണെന്ന് നടി കവിയൂർ പൊന്നമ്മ. കാസർഗോട്ടാണ് ഇവർ ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും ജാതിയും മതവും നൽകുന്ന കാഴ്ചയാണ് എങ്ങും കാണുന്നത്. മനുഷ്യനാണ് എല്ലാറ്റിനും മുകളിലെന്ന തത്വം ഉൾക്കൊള്ളാൻ ആർക്കും കഴിയുന്നില്ലെന്ന് കവിയൂർ പൊന്നമ്മ പറഞ്ഞു. മനുഷ്യരെല്ലാവരും പരസ്പരം സ്നേഹിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാണ് ഈ ജാതിയുടെ മതത്തിൻ്റെ പേരിലൊക്കെ തല്ലുകൂടുന്നത്? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഓരോരുത്തരും ഇഷ്ടപ്പെട്ട വഴിയിലൂടെ പോയിക്കോട്ടെ, അങ്ങനെ കരുതിയാൽ പോരെ. അതിൻ്റെ പേരിൽ ആരും തല്ലുകൂടരുത് അഭ്യർത്ഥനയാണ്. പിന്നെ അമ്മമാര് ഇപ്പോൾ വനജ ഇവിടെ സംസാരിച്ച വിഷയമാണ്. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോഴത്തെ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ അവരോടൊന്ന് സ്നേഹമായിട്ട് സംസാരിക്കാനോ പെരുമാറാനോ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു വാസ്തവമുണ്ട്. വിമൻസ് വെൽനസ് സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. നെല്ലുക്കുന്ന MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ TE അബ്ദുള്ള, GB വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. രോഗങ്ങൾക്ക് നടുവിൽ ഒരു കുടുംബം. ബങ്കര മഞ്ചേശ്വര പണ്ഡ്യാലയിലെ മോണുവിന്റെ കുടുംബമാണ് ദുരിതത്തിനു മുന്നിൽ വട്ടം കറങ്ങുന്നത്. 100 വർഷം പഴക്കമുള്ള വീട്ടിൽ ആ പാവങ്ങൾ രോഗത്തിനും ദുരിതത്തിനും മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. ബങ്കര മഞ്ചേശ്വരത്തെ മോണുവിന്റെ കുടുംബത്തിനു മുന്നിലാണ് ദുരിതം പിന്നെയും പിന്നെയും വന്നു കയറുന്നത്. രോഗം മൂലം ജോലിക്ക് പോകാൻ പോലും കഴിയാതെ മോണു കഷ്ടത അനുഭവിക്കുകയാണ്. ഒപ്പം ഭാര്യ ഐഷയും മകൾ ബീവിയുമെല്ലാം ദുരിതത്തിലാണ്. കല്യാണം കഴിഞ്ഞ മകൾക്ക് 13 വയസ്സുള്ള മകനും 3 പെൺമക്കളുമാണ് ഉള്ളത്. 20 വയസ്സുള്ള മകൻ ഹാരിസാണ് ഇന്ന് കുടുംബത്തിന്റെ ഏക അത്താണി. ചികിത്സയ്ക്കു വേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് ചിലവായത്. ഞാനും എൻ്റെ മക്കളും വലിയ കഷ്ടത്തിൽ ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം എൻ്റെ മാപ്പിള സുഖമില്ലാതെ കിടന്നിട്ട്
എന്തോ ആരും തിരിഞ്ഞിട്ട് മറിഞ്ഞിട്ട് നോക്കുന്നവരില്ല, കുടുംബക്കാരും നോക്കുന്നില്ല, അയൽവക്കക്കാരും ആരും നമ്മളെ ആരും ഒന്നും നോക്കുന്നവരില്ല. അതുകൊണ്ട് നമ്മൾ വലിയ കഷ്ടത്തിലായിട്ടുണ്ട്. എൻ്റെ ഒരു മോളും ഒരു സൗഖ്യമില്ലാതുണ്ട്. അയാൾക്കും കുറേ തീരെ കഴിയാതായിട്ട് ഇപ്പോൾ കുറച്ച് സമയമായി. അയാളും സുഖമില്ലാതെ കിടത്തത്തിലായിട്ട്. പിന്നെ ഒരു ചെറിയ മോനുണ്ട്, അത് എന്തെങ്കിലും കൂലിപ്പണിയെടുത്തിട്ട് നമ്മൾ ജീവിക്കുന്നത് മാത്രം, വേറെ എന്ത് നമുക്കില്ല. ഈ കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ നമുക്ക് കഴിഞ്ഞാൽ അത് സമാനതകളില്ലാത്ത നന്മയാവും. സേവന മാതൃക പകർന്ന് കെസ്വ. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സൗദി റിയാദ് ആസ്ഥാനമായുള്ള കെസ്വ ചാരിറ്റി സംഘടന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തു. പഠിക്കാൻ മിടുക്കരായിട്ടും സാമ്പത്തിക പ്രയാസം മൂലം പഠിക്കാനാവാതെ പ്രയാസപ്പെടുന്ന കുട്ടികളെ കണ്ടെത്തി സഹായിക്കുന്ന കെസ്വ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പുതിയ മാതൃക പകരുകയാണ്. ഈ അധ്യയന വർഷത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്കാണ് കെസ്വയുടെ നേതൃത്വത്തിൽ സ്കൂൾ പഠന കിറ്റുകൾ വിതരണം ചെയ്തത്. അണങ്കൂർ സ്കൂളിൽ നടന്ന കിറ്റ് വിതരണം നഗരസഭാ ചെയർമാൻ ടി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. സന്തോഷമുണ്ട്. സർക്കാർ സ്കൂളുകൾക്ക് സ്വപ്നം കാണാത്ത വിധത്തിലുള്ള നല്ല ആധുനിക സൗകര്യങ്ങളാണ് ഇവിടെ നഗരസഭ ഒരുക്കുന്നത്. ചുമരുകളിൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ചിത്രങ്ങളും മറ്റ് അലങ്കാരങ്ങളും ഒക്കെ നടത്തി. ഹമീദ് കടവത്ത്, ഖലീൽ ചമ്മനാട്, യാക്കൂബ് ചമ്മനാട് തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ അധ്യയന വർഷം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് കെസ്വയുടെ നേതൃത്വത്തിൽ കിറ്റുകൾ വിതരണം ചെയ്തത്. നിരവധി നിർധന കുടുംബങ്ങൾക്ക് പ്രതിമാസം ഭക്ഷണം എത്തിക്കൽ, രോഗികൾക്ക് ചികിത്സാ സഹായം, വീടില്ലാത്തവർക്ക് വീട് എന്നിങ്ങനെ കെസ്വയുടെ പ്രവർത്തനങ്ങൾ നിരവധിയാണ്. ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബദിയടുക്ക പഞ്ചായത്തിലെ ബിർമിനടുക്കയിൽ കെസ്വ നിർമ്മിക്കുന്ന 11 വീടുകളടങ്ങിയ വില്ലയുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. മഞ്ചേശ്വരം തുമിനാടിന്റെ വികസനം പൗരസമിതി യോഗം ചേർന്നു. വാർഷിക മഹാസഭയിൽ നാഗരിക സമിതി പ്രസിഡന്റ് സലീം അധ്യക്ഷത വഹിച്ചു. എസ് കെ ഗട്ടി, റിട്ടയർഡ് ADM വാസുദേവ, സോമശേഖര, റഹ്മാൻ ഉദ്യാവര എന്നിവർ സംസാരിച്ചു. നാടിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് യോഗത്തിൽ ചർച്ച നടന്നു. മഞ്ചേശ്വരം മൽഹറിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവിധ ഡോക്ടർമാർ ചികിത്സയ്ക്ക് നേതൃത്വം നൽകി. കനാച്ചൂർ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. മൽഹർ സെക്രട്ടറി സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. രോഗികൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു മഹത്തായ ഫംഗ്ഷനാണ് നമ്മുടെ മഹത്തായ കണിച്ചൂർ ഹോസ്പിറ്റലിന്റെ കീഴിലായി മൽഹറിന്റെ സഹകരണത്തോടുകൂടെ ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സർവ്വ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാം വളരെയധികം പ്രാധാന്യം കൽപ്പിച്ച ഒരു വിഷയമാണ് ഹെൽത്ത് എന്നുള്ളത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ. മെഡിക്കൽ കോളേജ് ഡയറക്ടർ അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ഹസൻ കുഞ്ഞി, ഡോക്ടർ ഗോപാല ആചാര്യ, ഖാജ നസറുദ്ദീൻ, ഹർഷദ് വോർക്കടി, അബ്ദുള്ള ഖാജ എന്നിവർ സംബന്ധിച്ചു. വാർത്തകൾ തുടരുന്നു. കാഞ്ഞങ്ങാട് സൗത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടോദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. MLAയുടെ വികസന ഫണ്ടിൽ നിന്നാണ് കെട്ടിടം നിർമ്മിച്ചത്. 50 ലക്ഷം രൂപ ചെലവിട്ടാണ് കാഞ്ഞങ്ങാട് സൗത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 4 ക്ലാസ് മുറികൾക്കുള്ള സൗകര്യമാണ് കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഇ ചന്ദ്രശേഖരൻ MLA കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി 100% വിജയം നേടിക്കൊണ്ടിരിക്കുന്ന സ്കൂളാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കാൻ തന്നെ നല്ല മത്സരം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ അർത്ഥം സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് മാത്രമല്ല, ഇവിടെ വളരെ ഭേദപ്പെട്ട രീതിയിലുള്ള അധ്യാപനം നടക്കുന്നു എന്നതുകൊണ്ട് കൂടിയായിരിക്കുമെന്നുള്ള സംശയമില്ല. അപ്പോൾ ഈ സ്കൂളിൻ്റെ ഇന്ന് ജൂൺ 1-ാം തീയതി എന്ന നിലയിൽ നടക്കുന്ന പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം കൂടി നടത്തുന്നതായി ഈ സന്ദർഭത്തിൽ നടത്തിയതായി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ദിവ്യ അധ്യക്ഷത വഹിച്ചു.
പി ജാനകിക്കുട്ടി, KV ദാമോദരൻ, ഹെഡ്മാസ്റ്റർ ജനാർദ്ദനൻ, പ്രിൻസിപ്പാൾ സ്വാതി തുടങ്ങിയവർ സംസാരിച്ചു. പി ശോഭ സ്വാഗതം പറഞ്ഞു. ലോക ക്ഷീരദിനാഘോഷം ജില്ലയിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. ജില്ലാതല ഉദ്ഘാടനം മാവുങ്കാൽ ഡയറിയിൽ നടന്നു. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ ഭാഗമായി വനിതാ ഉപഭോക്തൃ സമ്പർക്ക പരിപാടിക്ക് തുടക്കമായി. ക്ഷീരദിനാഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് ഡയറിയുടെ ആഭിമുഖ്യത്തിൽ നന്മ 2015 ഒരു നല്ല നാളേക്കായി വനിതാ പ്രാമുഖ്യം നൽകിയാണ് സംഘടിപ്പിച്ചത്. ദിനാഘോഷ പരിപാടികൾ മിൽമ മലബാർ മേഖലാ ചെയർമാൻ KS സുരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ഡയറിയോട് അതിന്റെ ചുറ്റുവട്ടത്ത് മാത്രം അധിവസിക്കുന്ന അജാനൂർ പഞ്ചായത്തിലെയും കാഞ്ഞങ്ങാട് നഗരസഭയിലെയും ഇത്രയും വനിതകൾ ഈ സ്ഥാപനത്തിൽ വന്ന് ഏകദേശം ഇതിന്റെ പ്രവർത്തനങ്ങളെ പറ്റി നിങ്ങൾക്കൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞ് മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളാരും ഈ ഡയറി വന്നിങ്ങനെ കാണാനുള്ള അവസരം ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ടൂർ പ്രോഗ്രാമിലൊക്കെ വരുമ്പോൾ കാസർഗോഡ് ഡയറി എന്താണെന്ന് കാണാം എന്ന് ആഗ്രഹിച്ചിരുന്നിരിക്കാം. ഡയറക്ടർ ജെസി ടോം അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ശോഭ തുടങ്ങിയവർ സംസാരിച്ചു. മത്സ്യമാർക്കറ്റ് നിർമ്മാണ സമിതിയിൽ ഓൾ കേരള ഫിഷ് മെർച്ചന്റ് ആൻഡ് കമ്മീഷൻ ഏജന്റ്സ് ഭാരവാഹികളെ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധം. ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. കേന്ദ്ര സർക്കാരിന്റെ മിഷൻ 2020 പദ്ധതി പ്രകാരം പുതിയ മത്സ്യമാർക്കറ്റ് നിർമ്മാണത്തിനായി രൂപീകരിച്ച സമിതിയിൽ ഓൾ കേരള ഫിഷ് മെർച്ചന്റ്സ് ആൻഡ് കമ്മീഷൻ അസോസിയേഷൻ ഭാരവാഹികളെ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധം. ഓൾ കേരള ഫിഷ് മെർച്ചന്റ് ആൻഡ് കമ്മീഷൻ ഏജന്റ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് KPMK കുഞ്ഞു ഉദ്ഘാടനം ചെയ്തു. അതിശയമുള്ള രീതിയിൽ ഒരുപക്ഷെ ഇതിനുവേണ്ടി തീരുമാനമെടുത്ത സംസ്ഥാന നേതാക്കൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ വലിയൊരു പരിപാടി നടത്തി. എന്ത് നടത്തുന്ന സമയത്തും ഏത് പരിപാടി നടത്തുന്ന സമയത്തും പോരായ്മകളുണ്ടാവാം എന്നതുപോലെ ചില ദൃശ്യ പത്രമാധ്യമങ്ങളിൽ നാം ഉദ്ദേശിച്ച പോലെ പബ്ലിസിറ്റി ഉണ്ടാവാതെ പോയി എന്നുള്ളത് ഒഴിച്ച് നിങ്ങൾ കാസർഗോഡിനെ എടുത്തു പറയാതിരിക്കാൻ നിർവാഹമില്ല. ജില്ലാ പ്രസിഡന്റ് SK തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി SCH മൊയ്തീൻ കുഞ്ഞി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുത്തു കൊയിലാണ്ടി, സംസ്ഥാന സെക്രട്ടറിമാരായ ഹക്കീം തലശ്ശേരി, ഹമീദ് കാസർഗോഡ്, VV കുഞ്ഞുകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. താഹിറുൽ അഹദൽ തങ്ങൾ ഉറൂസ് സമാപിച്ചു. സമാപന സമ്മേളനം സയ്യിദ് മുസ്തഫ ഹാമിദ് കോയന്മാ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അസുഖം മൂലം യുവാവ് മരിച്ചു. മൊഗ്രാൽ പുത്തൂർ മജലിലെ മുഹമ്മദ് അലിയാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. ഹാസ്തർ താലൂക്ക് വികസന സമിതി യോഗം 6-ന് നടക്കും. താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിലാണ് പരിപാടി. തൊഴിലാളി കരിങ്കൽ ക്വാറിയിൽ മരിച്ച നിലയിൽ. അങ്കടിമുഖർ കൽക്കാർ കോളനിയിലെ ബാബുവിന്റെ മകൻ രാമകൃഷ്ണനാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. കേരള സ്റ്റേറ്റ് ബാങ്ക് അപ്രൈസേഴ്സ് യൂണിയൻ സംസ്ഥാന ശില്പശാല സമാപിച്ചു. പി സ്മാരക മന്ദിരത്തിലാണ് ശില്പശാല നടന്നത്. കേരള സ്റ്റേറ്റ് ബാങ്ക് അപ്രൈസർ യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയാണ് കാഞ്ഞങ്ങാട് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. വിവിധ പഠന ക്ലാസുകൾ നടന്നു. ഇ ചന്ദ്രശേഖരൻ MLA ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ശില്പശാലയിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുകൂടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിക്കേണ്ടത് സഹകരണ നിയമത്തിലുള്ള അല്ലെങ്കിൽ ആക്ടിലും ചട്ടത്തിലുമൊക്കെ വരുത്തേണ്ട റൂളിലൊക്കെ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് ബന്ധപ്പെട്ട സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് സംസാരിക്കും. ഇന്ന് നിലവിലുള്ളത് എന്താണ്, ഇന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ചെയ്യാൻ കഴിയുന്നത് എന്താണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ആരോഗ്യം. PC പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. VP വിനോദൻ, KP കരുണാകരൻ, CV തമ്പാൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കമ്മാടം ക്ഷേത്ര കവർച്ച. അറസ്റ്റിലായ പ്രതികളെ പോലീസ് ചോദ്യം ചെയ്യുന്നു. അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ. സ്കൂൾ മുറ്റത്ത് കളിയും ചിരിയും. ആഹ്ലാദം വിതറി പ്രവേശനോത്സവം. മലയാളത്തിനോടുള്ള അവഗണനയ്ക്കെതിരെ ജനകീയ പ്രക്ഷോഭം. ബദിയടുക്ക നവജീവന സ്കൂളിന് മുന്നിൽ നാട്ടുകാർ സംഘടിച്ചു. സമരം ശക്തമാക്കാൻ തീരുമാനം. സ്നേഹത്തിന് ജാതിയും മതവും നൽകുന്നത് അപകടകരമാണെന്ന് നടി കവിയൂർ പൊന്നമ്മ.
നന്മയാണ് ലോകത്തിന്റെ ശക്തിയെന്നും കവിയൂർ പൊന്നമ്മ. രോഗങ്ങൾക്ക് നടുവിൽ ഒരു കുടുംബം, ദുരിതം മാറാതെ മോണുവിന്റെ വീട്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.